പൂലാനി ക്ഷീര സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഗമം ബുധനാഴ്ച പൂലാനിയിൽ നടത്തും. ക്ഷീരവികസന വകുപ്പിന്റെയും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ക്ഷീരോത്പാദക സംയുക്താഭിമുഖ്യത്തിൽ പൂലാനി സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ക്ഷീര കർഷക സംഗമം 8-ാം തീയതി ബുധനാഴ്ച പൂലാനി MSCB കൺവെൻഷൻ സെന്ററിൽ വച്ച് നടത്തുന്നു. ക്ഷീര കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കാലിത്തീറ്റ സബ്സിഡി പദ്ധതി വിതരണ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ അധ്യക്ഷത വഹിക്കും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ്, ERC MPU ചെയർമാൻ MT ജയൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഗവ്യജാലകം, ഡയറി ക്വിസ്, ക്ഷീരവികസന സെമിനാർ, പൊതുസമ്മേളനം, ക്ഷീരകർഷകരെ ആദരിക്കൽ, ഡയറി എക്സിബിഷൻ എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്ന് വാർത്താസമ്മേളനത്തിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ, പൂലാനി ക്ഷീരസംഘം പ്രസിഡന്റ് NG സതീഷ് കുമാർ, ക്ഷീരവികസന ഓഫീസർ PF സെബി എന്നിവർ അറിയിച്ചു. ചാലക്കുടി ബ്ലോക്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടായില്ല. 2 വർഷം കൂടുമ്പോഴാണ് ബ്ലോക്ക് തലത്തിൽ ക്ഷീര കർഷക സംഗമം നടത്തി വരുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യുവതലമുറയെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീര കർഷകരെയും ഈ മേഖലയിൽ ബന്ധപ്പെട്ടവരെയും ആദരിക്കുന്നതിനുമാണ് പ്രധാനമായിട്ടും ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ്, പൂലാനി ക്ഷീര സംഘത്തിൻ്റെ ആതിഥേയത്വത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇവിടെ രാവിലെ നമ്മൾ വിവിധ ഇനം കന്നുകാലികളുടെ പ്രദർശനം, അതിൽ മികച്ച പല വിഭാഗങ്ങളായിട്ട് മികച്ച ഒരുക്കൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു ജഡ്ജിങ് അടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് തന്നെ വരുന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ തുമ്പുമൊഴി ഫാമിൽ നിന്നുമുള്ള ഒരു അവിടുത്തെ വിവിധ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്റ്റാളുണ്ട്. അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാവുന്ന വിവിധ തരം ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൾ ഉണ്ടായിരിക്കും. അനുബന്ധ ഏകദേശം 20ഓളം സ്റ്റാളുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.